കൊല്ലം കാട്ടുംപുറത്ത് കുടിവെള്ളത്തിൽ ചാണകവെള്ളവും ഫാമിൽ നിന്നുള്ള മാലിന്യവും കലരുന്നുവെന്ന് ആരോപിച്ച പ്രതിഷേധവുമായി നാട്ടുകാർ. കല്ലുവിളയിലെ 4ഉം 5ഉം വാർഡുകളിലെ 50ഓളം കുടുംബങ്ങളാണ് പ്രദേശത്തെ നളിന ഫാമിനെതിരെ പ്രതിഷേധിക്കുന്നത്. ഉയർന്ന പ്രദേശത്തുള്ള ഫാമിൽ നിന്നും മഴവെള്ളത്തിനൊപ്പം താഴ്ന്ന പ്രദേശത്തെ വീടുകളിലെ കിണറുകളിലേക്ക് ചാണകവും മറ്റു മാലിന്യങ്ങളും ഒഴുകിയെത്തുന്നുവെന്നാണ് പരാതി. ഇതോടെ കിണർ വെള്ളത്തിൽ പുഴുക്കൾ വരികയും രൂക്ഷമായ ദുർഗന്ധവും അനുഭവപ്പെടുകയും ചെയ്യുന്നുവെന്നും ഈ വെള്ളം കുടിക്കാനോ പാചകത്തിനോ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് വന്നിട്ട് 1.5 വർഷമായി. അവിടുത്തെ ചാണക വെള്ളത്തിന്റെ വേസ്റ്റ് ഡയറക്റ്റ് വീഴുന്ന ഞങ്ങളെ കിണറ്റിലാണ് വീഴുന്നത്. ഞങ്ങളെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സായ സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് ഇതൊന്നും പറ്റില്ല. ഞാനാണെങ്കിൽ വീഡിയോ പലതും എടുത്ത് വെച്ചിട്ട് ഇത് ഫുള്ളും പുഴുക്കളാണ്, കിണറ്റിലെ പുഴുക്കളാണ്. ഡയറക്റ്റ് ഞങ്ങൾ കോരിയ വെള്ളത്തിൽ വന്നതാണ്. ഫുഡ് പോലും ഞങ്ങളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യാനും കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ല. കുട്ടിയൊക്കെ ആണെങ്കിൽ അസുഖങ്ങൾ, വയറിളക്കം, പനി ഫുള്ളും ഈ 1.5 വർഷം കൊണ്ട് അവർ ഹോസ്പിറ്റലും കാര്യങ്ങളായിട്ട് അവർ നടക്കുകയാണ്. വെള്ളത്തിൽ മാലിന്യം കലർന്നതോടെ കുട്ടികൾക്ക് വയറിളക്കവും ചർമ്മരോഗങ്ങളും പതിവായിരിക്കുകയാണെന്നും ടാങ്കർ വെള്ളം പോലും കിട്ടുന്നില്ലെന്നുമാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഫാമിന്റെ പരിധിയിലല്ലാത്ത സമീപവാസികൾ നൽകുന്ന കുടിവെള്ളമാണ് ഇവിടെയുള്ള കുടുംബങ്ങളുടെ ആശ്രയം. നിങ്ങളെ അകലെന്ന് അവിടെ ഉള്ളൊരു ആളാണ് വെള്ളം കൊണ്ട് തന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം അതിന് ഇതിനിടയ്ക്ക് വീണ കൈ ഒടിഞ്ഞ് അതും ബുദ്ധിമുട്ടായി. പിന്നെ എവിടെന്നെങ്കിലും ആരെങ്കിലും ഒരു വെള്ളം കൊണ്ട് തന്നാണ് ഞങ്ങളിപ്പോൾ കുടിക്കുന്നത്. അല്ല, നമുക്കിവിടെ വീട്ടിൽ ആരുമില്ല. ഈ വെള്ളം കൊണ്ട് തരാൻ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിപ്പോകാനും ഒട്ടുന്നില്ല. കുടിവെള്ളം ഇല്ലാതെ ഞങ്ങൾ മരിച്ചു പോകും. ഈ കണക്കിനാണ് ഞങ്ങൾ. 30ൽ കൂടുതൽ പശുക്കളും കോഴികളും ഫാമിലുണ്ട്. എന്നാൽ ഇത്രയും മൃഗങ്ങളെ വളർത്താനുള്ള സ്ഥല സൗകര്യമോ മാലിന്യ സംസ്കരണ സംവിധാനമോ ഫാമിലില്ലെന്നാണ് ആരോപണം. ഒരു അപ്രൂവൽ ഇവർ കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഇവർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും ഒന്നും അറിയില്ല. ഇവർ പറയുന്നത് അങ്ങനെയാണ്. ഇത് അതിന് സാങ്ഷൻ കൊടുത്ത ആരാണ്, എന്താണ്? ഒരു ചെറിയൊരു കൃഷി വകുപ്പ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പശുക്കളും കോഴികളും എല്ലാം ആയി ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കുട്ടികൾ ഛർദില്, പ്രായമാർക്ക് പ്രശ്നങ്ങൾ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്ക്, കുടിവെള്ള പ്രശ്നം, കിണറുകൾ പ്രശ്നം, അങ്ങനെ എല്ലാ രീതിയിലും ജനങ്ങൾ ബുദ്ധിമുട്ടി. ഫാമിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടവ ഗ്രാമപഞ്ചായത്തിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ വ്യക്തമാക്കി. തുടർന്ന് ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയിട്ടും കിണറുകൾ ശുദ്ധീകരിക്കാനോ ബദൽ സംവിധാനമൊരുക്കാനോ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. കിണറുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുടിവെള്ള പ്രശ്നമാണ്. നമ്മളെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ, സ്മെല്ല്, രാത്രിയൊക്കെ ആയാൽ കിടക്കാൻ പറ്റൂല. അത് ഭയങ്കര സ്മെല്ലാണ്. അതിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയാലേ പറ്റുള്ളൂ. നാശം കരുതി ജീവിക്കാൻ പറ്റത്തില്ല. ഇറക്കും തോറും വീണ്ടും ആ ഭാഗത്തു നിന്നാണ് നമുക്ക് ഊറ്റുള്ളത്. നല്ല ശക്തിക്ക് വന്ന് പെട്ടെന്ന് തന്നെ ഇതങ്ങ് നിറയും. പിന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം നമ്മൾ വെള്ളം കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോഴും ഇതാണ് പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞു നമ്മളെ കക്കൂസിൻ്റെതാണെന്ന്. കക്കൂസ് കുഴിച്ചിട്ട് തന്നെ ഒരു 30-40 വർഷമാവും. കിണർ കുഴിച്ചിട്ട് ഒരു 10-20-30 വർഷത്തോളം ആവും. ആ സമയം വരെ ഈ ഫാം വരുന്നത് വരെ ഒരു കുഴപ്പവും ഈ കിണറ്റിലും വെള്ളത്തിലും ഇല്ലായിരുന്നു. ആരോഗ്യവകുപ്പും മലിനീകരണ നിയന്ത്രണ ബോർഡും അടിയന്തരമായി ഇടപെട്ട് വെള്ളം പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും ഫാമിന് ലൈസൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.